അബിന്റെ ട്രൗസറിന്റെ പകുതി മുക്കാലോ തിന്ന് തീർത്ത് പോട്ടെ വലിയ കാക്ക, രണ്ടേത്തപ്പഴം ഞാൻ മേടിച്ചു തരാ. അതിന്റെ വിശപ്പുണ്ടല്ലേ? ആ, അതിന് വിശപ്പ് സഹിക്കാൻ നമ്മൾ അടിയാധാരം വരെ അത് അകത്താക്കും. കാക്ക, ഞാൻ എൻ്റെ സ്ഥലം വിൽക്കാന്ന് ആലോചിക്കാം. കാക്കാണെങ്കിൽ വില കുറച്ച് തരാം. അതിപ്പോ എന്തിനു വിൽക്കുന്നടാ? കാശില്ല, ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഷർട്ട് തയ്ച്ചിടൂലേ. ആട്ടെ, സ്ഥലത്തിന് എന്ത് വില കിട്ടണം? വലിയ കാക്ക ആയതുകൊണ്ട് ഒരു 10,000 റുപ്യ തന്നാൽ മതി. 10,000 റുപ്യ? ഹനീഫ, ഇത് എന്ത് വില കൊടുത്ത് വാങ്ങിയെന്ന് എനിക്കറിയാം. ആട്ടെ, നീ ഇപ്പൊ ഈ വീട്ടിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഞാൻ വലിയ കാക്ക ദിവസം വീടി മേടിച്ചു തരുന്നില്ലേ, തീപ്പെട്ടി മേടിച്ചു തരുന്നില്ലേ. ഓ, എൻ്റെ പൈസക്ക് ഇവിടെ ഒരു വിലയില്ല. എനിക്ക് പണ്ടേ വില ഇല്ലല്ലോ. എടാ, ഈ റേഷൻ വാങ്ങാനായിട്ട് ഈ വീട്ടിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഞാൻ പട്ടാളത്തിൽ പോവാ, ഇന്ന സർക്കാരിന് ആവശ്യമുണ്ട്. ബഷീറേ, നിന്റെ കാശുണ്ട്, ഒരു 5 രൂപ താ. പാത്തുമ്മാന്റെ അടി കഞ്ഞിക്കലം പൊട്ടിച്ച്. ആ താനുമ്മയുടെ ആടായിരിക്കും. എന്റെ ആടല്ല, ഇത്താത്തയുടെ ആട് തന്നെയാ. മതി എടി മതി, വെല്ലിക്കൊക്കെ ഇരിക്കണുണ്ടില്ലേ. ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിയേര്. അതെന്റെ ആടാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് വന്ന് പറഞ്ഞോ? വലിയ കാക്ക, ഞാൻ ഇക്കാക്ക് അറിയാൻ വേണ്ടിട്ട് പറയാണ്. ഇത്താത്തയുടെ ആടിനെ കൊണ്ടുവന്നാ പിന്നെ ഞാൻ എന്റെ ആടിനെ അകത്തുകൊണ്ടുപോയിട്ട് കെട്ടിടല. ഇക്കാക്കൊക്കെ അറിയോ, ഇത്താത്താന്റെ ആട് എന്റെ ആടിന്റെ പുല്ല് കട്ടു തിന്നു, ഞങ്ങളെ കപ്പപ്പൊട്ട് കട്ടു തിന്നു, കടിഞ്ചായ കട്ടു കുടിക്കും. അവസാനം പിള്ളേർക്ക് ഒന്നും കിട്ടൂല, ഒക്കെ ഇത്താത്താന്റെ ആട് കട്ടു തിന്നു. നിർത്തടി, 4 അക്ഷരം പഠിച്ചെന്ന് ഇത്താത്താവാൻ നോക്കല്ലേ. എന്റെ കക്കാത്തൊരാട്, അനക്ക് എവിടുന്ന് ആട്? അത് ഇത്താത്തന്റെ തന്നെയാ. എടി, ഈ ദുനിയാവില് എത്ര ഇത്താത്തമാര് അഞ്ചത്തിമാർക്ക് ആട് കൊടുക്കുന്നുണ്ട്, അത് ഈ പറ. ഓ, എത്രയോ അനിയത്തിമാർക്ക് ചേട്ടത്തിമാരെ ആനേനെ വരെ കൊടുക്കുന്നുണ്ട്, പിന്നെ വേറെ പോലുള്ള ഒരാട് ഞാൻ ഉണ്ടല്ലോ. വലിയ കാക്കല്ല എന്റെ നല്ല കാലം. ഇടി പടച്ചോനെ നിരക്കാത്തത് പറയരുതടി. എനിക്ക് 2 ആടുണ്ടായിരുന്നു, രാവിലെ തന്നെ ആടിന്റെ കണക്കും പറഞ്ഞു വരെ എന്നും വന്നോളൂ. ഓ, ഖദീജാന്റെ കമ്മലിന്റെ കാര്യം മറന്നോ? ഇല്ല, ആരും അറിയണ്ട. വല്യക്കാക്ക, ഇത്താത്ത എന്താണ് രഹസ്യം പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ലടി. എനിക്ക് മനസ്സിലായി. നമ്മൾ ആരും ഒന്നും അറിയാതെ ഇത്താത്തൊക്കെ എന്തോ കൊടുക്കാൻ നേറ്റണ്. വലിയ കാക്ക, നിങ്ങൾ എന്താ കൊടുക്കാൻ നേറ്റത്? വല്ല പൊന്നോ പണ്ടാണെങ്കിൽ നമ്മളെ പിള്ളേർക്കും വേണം. ഞങ്ങൾക്കുണ്ട് കുട്ടികളെ. നമ്മുടെ ആടിനെ വിളി, ഞമ്മക്ക് പോകാം. ഇങ്ങനത്തെ മൂശാട്ടകളായി പോയിടുന്നറിയാ. വലിയക്കാക്ക് അറിയാൻ പറയാണ്, നമ്മൾ ഇനി വീട്ടില് കാല് കുത്തൂല. പാത്തുമ്മ പോവാൻ വരട്ടെ. അത് തന്നെ പൊന്ന് തന്നെ. ആ, എന്നാ എല്ലാരും കേട്ടോളി. ഖദീജക്ക് 2 കമ്മലാണ്, അത് ഞാൻ പണിയിച്ചു കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട്. എന്താ പലർക്കും എതിർപ്പുണ്ടോ? ഇക്കാക്ക, എനിക്കും വേണം കമ്മല്. ഇക്കാക്ക, എനിക്കൊരു 50 ഉറുപ്യ വേണം. എടാ, എന്താ ഖദീജാന്റെ തുണി തയ്പ്പിക്കാതെ തിരിച്ചോണ്ടെന്ന്? പിന്നെ ഞാനിവിടെ എല്ലാവർക്കും സക്കാത്തിന് തയ്ച്ചോണ്ടിരിക്കുക. അബുവിന് ദിവസവും ഷർട്ട് തയ്ക്കണം, ഇവിടെയുള്ള എല്ലാവർക്കും തയ്ക്കണം. ആരെങ്കിലും കാശ് തരുന്നുണ്ട് കാക്ക? എടാ, ഇവിടെ എല്ലാ കാര്യത്തിനും കാശ് ചെലവാക്കുന്ന അബ്ദുൽ ഖാദർ അല്ലേ? ഒക്കെ കണക്ക് തന്നെയാ. തുണി തയ്ച്ചതിന്റെ കാശ് നമ്മൾ ഒന്നിച്ചു കൊടുക്കും. നമ്മൾ ആടൊന്ന് പെറട്ടെ. നിന്റെ ആടും പെറും. നിങ്ങൾ ആരും എനിക്കൊന്നും തരണ്ട, ഞാൻ പട്ടാളത്തിൽ പോയിക്കോളാം, ഇപ്പൊ തന്നെ പോയിക്കോളാം. ആരിഫ, 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പോവാ പട്ടാളത്തില്. എടാ, ഈ പട്ടാളത്തിലായിരുന്നപ്പോഴേ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോ എറണാകുളത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് 5ഉം 10ഉം ഒക്കെ വാങ്ങിന്നല്ലോ. ആ ഒന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എടി ആയിഷോ, ഇങ്ങോട്ട് ഇറങ്ങ്, പിള്ളേരെ വിളിച്ചോ. ഇനി വീട്ടിൽ നിൽക്കണ്ട, നമുക്ക് അവിടെ പോയി വല്ല ഓലക്കീറും ചാരി വെച്ച് താമസിക്കാം. ഹരീഫ, എനിക്ക് രൂപ തരാനുണ്ടോ? അതൊക്കെ പണ്ടല്ലേ കാക്ക, ഇപ്പൊ അതാരാ ഓർക്കണത്? ഏതായാലും തരാണ്ട് തെളിഞ്ഞല്ലോ, സന്തോഷം. ഹനീഫ,
പാത്തുമ്മ. ഇക്കാക്കന്റെ ബീഡി തീർന്നിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓ, ഇല്ല. ഇക്കാക്കൊക്കെ കടുംചായ എടുക്കണോ? ഇക്കാക്ക ഇനി എപ്പോഴാ പോണ്? ഞാനും പേടിക്കണ്ട. ഇനി പോന്ന് പറഞ്ഞാലും എനിക്ക് പോകാൻ പറ്റൂല. കാരണം യാത്രാ ചെലവിന് കാശില്ല. അതുകൊണ്ട് എല്ലാരും കൂടി ഇന്നെ അങ്ങോട്ട് പോറ്റിക്കോ. ഇക്കാക്ക കടയിൽ തയ്ക്കാൻ ആൾക്കാർ വരുന്ന സമയമായേ ഞാൻ പോട്ടെ. ഖദീജാൻ, ആടിനെ വിളി. വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു സാധാരണ കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ജഡ്ജസിനോട് തന്നെ ചോദിക്കാം, കാരണം എല്ലാം കൃത്യമായി ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാൻ അവർക്കേ സാധിക്കുകയുള്ളൂ. ഈ അഭിനയം പലപ്പോഴും ഒരാൾ പറയുന്ന സംഭാഷണം അല്ലെങ്കിൽ ഒരാളുടെ പ്രകടനം, ഭാവം ഒന്ന് കാണാനും കേൾക്കാനുള്ള കുറച്ചുകൂടി ഒരു ശ്രദ്ധ ചില ഇതുണ്ടായിരുന്നില്ല. മറ്റേ ആൾ എന്ത് പറയുന്നു, എന്ത് ഭാവിക്കുന്നു, ആ പ്രകടനം നമ്മളൊന്ന് കാണാനും കേൾക്കാനും കഴിഞ്ഞാലേ നമ്മുടെ പ്രതികരണം ഉണ്ടാവുള്ളൂ. അതിന് പലപ്പോഴും നമ്മുടെ ഈ നാടകത്തിലൊരു ടെൻഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് എന്ത് പറയണമെന്നുള്ളതിൻ്റെ അതിലാണ് പലപ്പോഴും മറന്നു പോകുന്നത്. അപ്പോൾ അതിനൊന്ന് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൽ എല്ലാവരും ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 2 തരം അഭിനയ രീതി ഉണ്ടെന്നാണ് പറയാം. ഒന്ന് കഥാപാത്രത്തിലേക്ക് നമ്മൾ ചെല്ലുകയും, ഒന്ന് കഥാപാത്രം നമ്മളിലേക്ക് വരികയും ചെയ്യുന്ന രീതി. പലപ്പോഴും കഥാപാത്രം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കഥാപാത്രത്തിൻ്റെ ഇമോഷൻസിനൊപ്പം നമ്മൾ ഇമോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് കഥാപാത്രം പകരും. ആ ബോഡി ലാംഗ്വേജിലേക്ക് കഥാപാത്രം പകരാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും, അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സ് കുറേ കൂടി സജ്ജീകരിക്കണം. ഇപ്പം നിങ്ങൾ 4 പേരിൽ കഥാപാത്രം ബോഡി ലാംഗ്വേജിലേക്ക് പകരുന്നത് കുറേ കൂടി കൂടുതൽ പകരുന്നത് പച്ച ഉടുപ്പിട്ട് സുരഭിയുടെ നടത്തത്തിൽ കഥാപാത്രം പകരപ്പെടുന്നുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം നല്ലതാണ്, അതിന് നിങ്ങളുണ്ടാക്കിയ നാടകരൂപവും ഭേദപ്പെട്ടതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു ബഷീറിൻ്റെ ചിത്രം നമ്മളിലേക്ക് പകരുന്നുണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്, നമ്മളെ രസിപ്പിക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. അതാണ് നാടകം. എൻ്റെ ഇതിൽ 4 പേരും നന്നായിട്ട് ചെയ്തു, വളരെ നന്നായിരുന്നു 4 പേരും. താങ്ക് യു സർ. ഇറ്റ് വാസ് റിയലി ഗുഡ്. ബഷീറിൻ്റെ കഥകൾ വായിക്കുമ്പോൾ വളരെ സിമ്പിളാണത്, വളരെ സിമ്പിളായിട്ടുള്ള കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ സിംപ്ലിസിറ്റി തന്നെയാണ് അതിൻ്റെ ഗ്രേറ്റ്നെസ്സും. അപ്പോൾ അത് നിങ്ങളുടെ ഈ അവതരണത്തിലും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സിംപ്ലി ഗ്രേറ്റ്. താങ്ക് യു സർ. താങ്ക് യു. ആദ്യത്തെ ആ ഒരു വഴക്കാണ് എനിക്ക് ഇതിനകത്ത് ക്ലിയർ ആവാതെ പോയത്. അത് പിന്നീട് ക്ലിയറായി. പക്ഷെ അത് ഈ 4 ഭാഗത്തു നിന്നും വന്ന ഒരു ഇതുണ്ട്, ആട് തിന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴക്കാണല്ലോ നടക്കുന്നത്. ആദ്യം അത് ക്ലിയർ ആയിരുന്നു, അതിന് ക്ലാരിറ്റി കുറവായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഈ ടൈമിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമാണത്. ഒരാൾ പറഞ്ഞതിന് ശേഷം മറ്റാൾ പറഞ്ഞ അങ്ങനെ വേണത്. കലഹമാണെങ്കിൽ പോലും ഓർഗനൈസ്ഡ് ആയിരിക്കണം അത്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ ഇതിൻ്റെ ഒരു തലം തന്നെ മാറിയെന്ന് തോന്നിയത് ആ സോജ രാജകുമാരി വന്നപ്പോഴാണ്. അത് ഓഫ് കോഴ്സ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ്സ് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണത് അല്ലേ? ബഷീർ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് സോജ രാജകുമാരിയും പഴയ പങ്കജ് മല്ലികിൻ്റെ ഒക്കെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. ഈ കലഹങ്ങളിൽ നിന്നും മറ്റൊക്കെ ബഷീർ ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും അത്. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വളരെ നല്ലൊരു തീമാണ് സെലക്ട് ചെയ്ത്. അതിനകത്ത് നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് വളരെ ക്ലിയറായിട്ട് കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി. താങ്ക് യു. താങ്ക് യു മാം. വിജി ഇടയ്ക്കൊരു എനർജി ലെവൽ ഡ്രോപ്പായി. ഇടയ്ക്ക് ഡയലോഗൊക്കെ ഒന്ന് ഓർത്തു എന്ന് തോന്നുന്നു അല്ലേ? അടുത്തത് എന്ത് പറയും? മൊത്തത്തിൽ ഐ റിയലി എൻജോയ്ഡ്. കാരണം ഞാൻ ഇതിങ്ങനെ ലയിച്ചിരുന്നു. എനിക്കിവിടെ കുനിഞ്ഞൊന്ന് എഴുതാനൊന്നും എനിക്ക് തോന്നിയില്ല. അത്രയും നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം.